നമുക്ക് ഈ വീഡിയോയിൽ രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവർ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം. ഇവിടെ മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് പറയാൻ പോണത്. ഫസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത്, സെക്കൻഡ് വൺ ഡിവിഷൻ യൂസ് ചെയ്ത്, തേർഡ് വൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് തന്നെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കാൻ പോണേ. യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി അറിയാം, കാണുമ്പോൾ തന്നെ ന്യൂമറേറ്റേഴ്സ് ഞാനിപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ നോക്കാന്ന് വിചാരിക്കാം. ഏത് വേണമെങ്കിലും ചെയ്തു നോക്കാം. ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ ഫസ്റ്റ് രണ്ടും കാണിച്ചു തരാം. 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എടുക്കുകയാണ്. ഇവിടെ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 6ലേക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 2നെ ഇൻറ്റു 3 ചെയ്താലാണ് 6 കിട്ടുക. സോ ഇവിടെ മേളില്, അതായത് ന്യൂമറേറ്ററിനെ ഇൻറ്റു 3 ചെയ്യുകയാണെങ്കിൽ താഴെ ഡിനോമിനേറ്ററിനെ ഇൻറ്റു 3 ചെയ്യണ്ടേ? അപ്പൊ 3 × 3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ. സോ 6/9 നമുക്ക് സെക്കൻഡ് ഫ്രാക്ഷൻ കിട്ടി. സോ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത്, അതായത് ന്യൂമറേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇത് ഇക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് കിട്ടി. സെയിം രീതിയിൽ തന്നെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ്റെ തന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 2/3 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9 കിട്ടും എന്നറിയാം. സോ അതുകൊണ്ട് ഞാൻ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 കിട്ടി. ദെൻ സെയിം നമ്പർ വെച്ച് മേളിലെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3, ഇവിടെ എന്താ കിട്ടുക? 6 കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ. സോ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് രണ്ടും ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണെന്ന് കിട്ടി. സോ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് രണ്ട് ഫ്രാക്ഷൻസും ഇക്വലന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്താ ഇവിടെ നമ്മൾ ചെയ്തേ? ഒന്നില്ലെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാൻ പാകത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. അതായത് 2നെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടും എന്നറിയാം. സെയിം നമ്പർ വെച്ച് തന്നെ താഴെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9 കിട്ടി. സോ ഇക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. സെക്കൻഡിൽ നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ നോക്കി. അതായത് 3 × 3 ചെയ്താൽ 9 കിട്ടുക എന്നറിയാം. സെയിം 3 കൊണ്ട് മേളിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 × 3 6 കിട്ടും. സെയിം തന്നെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന നമ്പർ. സോ 6/9 ആൻഡ് 2/3 ഇക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കിട്ടി. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഏത് ഫ്രാക്ഷൻ വേണം എടുക്കാൻ? 6/9 വേണം എടുക്കാൻ. കാരണം 6ഉം 9ഉം ആണ് ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാർജർ നമ്പേഴ്സ് ആയിട്ട് വരിക. സോ ഇവിടെ 6നെ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കണം. സോ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സെയിം 3 കൊണ്ട് വേണം താഴെയും ഡിവൈഡ് ചെയ്ത് നോക്കാൻ. സോ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ 2/3 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നേക്കണേ. സോ എന്ത് പറയാൻ പറ്റും? ഇത് രണ്ടെണ്ണം ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണെന്ന് പറയാൻ പറ്റും. സെയിം രീതിയിൽ നമുക്ക് ഡിനോമിനേറ്ററിന്റെയും കാര്യം പറയാൻ പറ്റും. അതായത് 6/9 ആദ്യം ഇവിടെ താഴെ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യാൻ പാകത്തിന് 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 എന്ന് കിട്ടി. സെയിം നമ്പർ 3 കൊണ്ട് ഞാൻ മേളിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 6/3 എന്ന് പറയുന്നത് 2 കിട്ടും. സോ രണ്ട് രീതിയിലും നമുക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് കിട്ടി. ഇങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡ്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പോലെ തന്നെ ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്ററിനെ ഈക്വൽ ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കാൻ നോക്കുക. ദെൻ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. തേർഡ് മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പേര് പോലെ തന്നെ തന്നേക്കണ രണ്ട് ഫ്രാക്ഷൻസ് ഇതുപോലെ എടുത്ത് എഴുതുക. ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ക്രോസ് എക്സ് ഷേപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ലൈൻ പോയേക്കണുണ്ടല്ലോ. 2 × 9 ചെയ്യുമ്പോഴും 3 × 6 ചെയ്താലും സെയിം നമ്പർ ആണോ കിട്ടണേന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 2 × 9 ചെയ്യുമ്പോൾ 18 കിട്ടും. 6 × 3 ചെയ്താലും 18 കിട്ടും. സോ 18 is equal to 18 ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? Therefore, these two fractions are equivalent fractions. ഈ 3 മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വലന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.